അപ്പം എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി 20-ാം തീയതി. അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പർച്ചേസിന് ഇറങ്ങിയതാണ്, ഞാനും അനിയത്തിയും കൂടെ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ണൂർ ടൗണിലുള്ളൊരു പീടികയിൽ പോയിട്ട് ഷൂ ഒക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കണ്ണാടി നോക്കി ഷൂ ഒക്കെ ആക്കിയേ. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു ഷൂ കണ്ടില്ലേ, ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ ടൈപ്പൊന്നും ആൾ ഇടൂല എന്നുള്ളതിനെ കൊണ്ട്, നമ്മളളിങ്ങനെ അതൊന്നും പിടിക്കൂല എന്നുള്ളതിനെ കൊണ്ട് ഞങ്ങൾ അതൊക്കെ മാറ്റി പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഷൂ, ഇതാ ഈ ഒരു സാധനം, ഇതാണ് ഫൈനലായിട്ട് എടുത്തത്. അങ്ങനെ പീടിയിലെ ചേട്ടൻ അതൊക്കെ പാക്ക് ചെയ്ത് നല്ല സെറ്റാക്കി തരുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അളിയൻ്റെ തന്നെ ഒരു റിലേറ്റീവിൻ്റെ ഷോപ്പുണ്ട്, ആ ഷോപ്പിലേക്ക് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഫൈനലി നമ്മൾ അവിടെ എത്തി. അവിടുന്ന് നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുകയാണ്. അനിയത്തി കാര്യമായ ചർച്ചയിലാണ്. ഇത് നമ്മുടെ അളിയൻ്റെ തന്നെ ഒരു റിലേറ്റീവാണ്. ഈ ഒരു സാധനമാണ് നമ്മൾ ഫൈനലായിട്ട് എടുത്തത്. ഈ ഒരു ബ്രൗൺ കളർ ഷർട്ടും ഈ ഒരു ലിനൻ്റെ പാൻസും ആണ് എടുത്തത്. ഇത് ഭയങ്കര കോംബോ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ സാധനമൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് കവർ മേടിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ തന്നെ ടൗണിലുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ പോയി. അങ്ങനെ ഫൈനലി നമ്മുടെ ബർത്ത്ഡേ വന്നെത്തി കഴിഞ്ഞു. അതൊക്കെ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി ഭയങ്കരമായിട്ട് എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കണ്ട് ആൾ ഭയങ്കരമായിട്ട് സർപ്രൈസായി. ഇത്രയും സംഭവങ്ങളൊന്നും എൻ്റെ അനിയത്തി സെറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം തുറന്നൊക്കെ നോക്കി, എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷൂ ഇഷ്ടപ്പെട്ടു, ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, അങ്ങനെ പാൻറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളെയൊക്കെ കെട്ടിപ്പിടിച്ച് 2 ഉമ്മയൊക്കെ കൊടുത്ത് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അനിയത്തി കൊടുത്ത ഗിഫ്റ്റ് പാക്കറ്റിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?